യുവാക്കളെയാണ്. സഹോദരങ്ങളെ, അത് തന്നെയല്ലേ നമ്മോടും ആഗ്രഹിക്കുന്നത്? അതാണല്ലോ ഈ സമൂഹവും ആഗ്രഹിക്കുന്നത്. കർമ്മോത്സുകരായിട്ടുള്ള, കർമ്മനിരതരായിട്ടുള്ള, ധർമ്മബോധമുള്ള യുവാക്കളെയാണ് ഈ സമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം യൗവനം, യുവത്വം എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയാണെന്നാണ്. സൂര്യന്റെ ഉദയവും അസ്തമയവും അത് വളരെ മനോഹരമാണ്. അത് കാണുന്നത് ഏറെ മനോഹരിതമാണ്. എന്നാൽ ആ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ്, പ്രോജ്വലിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ചൂരും ഉപകാരവും നമുക്ക് ലഭിക്കുക. അതുപോലെയാണ് യൗവനം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും മനോഹരവും അനുഗ്രഹീതവുമായ ഒരു കാലഘട്ടം, അഥവാ മനുഷ്യ ജീവിതത്തിലെ രണ്ട് ദുർബലാവസ്ഥകൾക്കിടയിലുള്ള ഒരു മനോഹരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു നോവലിൽ, വെള്ള സോക്സ് ഇട്ട മുടിനാരുകൾ എന്നൊരു നോവലിൽ അദ്ദേഹത്തിന്റെ കഥാകൃത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പറയാണ്, അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ആ ഒരു നോവലിൽ, ആ ഒരു ചെറുകഥയില് അദ്ദേഹം പറയുന്നത് ഒരു സംഭാഷണമാണ്. ഒരു മുത്തശ്ശനും ഒരു പേരക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മുത്തശ്ശനോട് തന്റെ പേരക്കുട്ടി കുറെ സങ്കടങ്ങൾ വന്ന് പറയാണ്. അതിലൊന്നാമത് ആ കുട്ടി പറയേണ്ടത്, മുത്തശ്ശ, ഞാൻ എന്റെ കൈകളിലേക്ക് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, അതൊരു പ്ലേറ്റോ ഗ്ലാസോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ അറിയാതെ എന്റെ കയ്യിൽ നിന്നത് താഴെ വീണു പോകുകയാണ്. സങ്കടത്തോടെ മുത്തശ്ശനോട് പേരക്കുട്ടി പറയാണ്. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞത്, മോനെ, എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വീണ്ടും ആ കുട്ടി സങ്കടം പറയാണ്, മുത്തശ്ശ, അങ്ങനെ ഒരു ഗ്ലാസ്, ഒരു പ്ലേറ്റ് താഴെ വീണാൽ അത് ഉടഞ്ഞു പോകുകയാണ്, അത് നശിച്ചു പോകുകയാണ്. അതിന്റെ പേരിൽ എന്റെ വീട്ടുകാര് വഴക്ക് പറയണം. അപ്പോഴും മുത്തശ്ശൻ പറഞ്ഞു, മോനെ, എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വീണ്ടും പറയണം, മുത്തശ്ശ, ഞാൻ അറിയാതെ എന്റെ വസ്ത്രത്തിൽ മലമൂത്ര വിസർജനായി പോവാണ്. അപ്പോഴും മുത്തശ്ശൻ പറഞ്ഞു, മോനെ, എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ട് ദുർബലാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ കഥാകൃത്ത് സൂചിപ്പിച്ചത്. ആ ദുർബലാവസ്ഥകൾക്കിടയിലുള്ള ഏറെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്ന പേരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന് സമ്മാനിച്ചത്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് ഏറെ ഖുവ്വത്തുള്ള, ശക്തിയുള്ള ഒരു കാലഘട്ടം എന്നാണ്. അല്ലാഹു പറയാ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. അല്ലാഹു പറയാ, നിങ്ങൾക്ക് ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ശക്തിയുള്ള ഒരു കാലഘട്ടം തന്നു, നല്ല ഖുവ്വത്തുള്ള അനുഗ്രഹീതമായ ഒരു കാലം നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്ക് നൽകി. പിന്നീട് നിങ്ങളിൽ അല്ലാഹു വീണ്ടും ആ ഖുവ്വത്തിന് ശേഷം അല്ലാഹു ദുർബലത, ബലഹീനത നൽകി. സഹോദരങ്ങളെ, അത്രയും മനോഹരമായ ആ അനുഗ്രഹീതമായ കാലഘട്ടത്തിൽ, ആ കാലത്തെ യൗവന കാലത്തെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മനോഹരമാവരും ആഗ്രഹിക്കണ, ഈ നാടിനെ യുവാക്കൾ നയിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്രമേൽ ചുറുചുറുക്കുള്ള അനുഗ്രഹീതമായ, നമ്മുടെ മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാലം. സഹോദരങ്ങളെ, എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ യൗവനത്തെ പറ്റി, ആ കാലഘട്ടത്തെ പറ്റി, ആ യുവ സമൂഹത്തെ പറ്റി നമുക്കിടയിലുള്ള ചർച്ച എന്താണ്? യുവതി യുവാക്കളെ സംബന്ധിച്ച് നമുക്കിടയിലുള്ള ചർച്ച എന്താണ്? ആശങ്കകൾ നിറഞ്ഞ ചർച്ചകളാണോ? അല്ല പ്രതീക്ഷകൾ നിറഞ്ഞ ചർച്ചകളാണോ? സന്തോഷം തരുന്ന ചർച്ചകളാണോ? സങ്കടപ്പെടുത്തുന്ന ചർച്ചകളാണോ ഉള്ളത്? നമ്മൾ ഉത്തരം പറയുന്നു, ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഖേദകരമായ ചർച്ചകളാണ് യുവാക്കളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവിധ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്നും അത്തരം സംഘത്തെ, യുവാക്കളെ നമ്മൾ വലിയൊരു സാന്നിധ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
നന്മയുടെ വേദികളിലേക്ക് അവരെ കാണുന്നില്ല. തിന്മകളോടൊപ്പമാണ് സഞ്ചാരം. ഏതൊരു മനുഷ്യനും മനസ്സിൽ ഒരു ഒറ്റ നന്മയുള്ള ഏതൊരു മനുഷ്യനും അറിയാതെ പ്രതികരിച്ചു പോവുകയാണ്. ഇന്നിന്റെ യുവാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ ഓർത്തിട്ട് അങ്ങേറ്റം ആളുകൾ പ്രയാസകരമായിട്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എല്ലാവിധ തിന്മകളും ഇന്ന് നമ്മുടെ യുവാക്കളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരി അവർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നും വൃത്തികേടുകളും അധർമ്മങ്ങളും എല്ലാം ആ ലഹരി കൊണ്ട് മാത്രം എത്ര ഭീകരമായ ഭീതിതമായ നമ്മുടെ മനസ്സിനെ അങ്ങേറ്റം പിടിച്ചു കുലുക്കിയ വേദനിപ്പിച്ച വാർത്തകൾ ലഹരി വർധനവിലൂടെ യുവാക്കളിലൂടെ സംഭവിച്ചത് ഈ കേരളം, നമ്മുടെ നാട് എത്ര തവണ കേട്ടു. അമ്മിഞ്ഞപ്പാല് തന്ന സ്വന്തം ഉമ്മയെ കടാര കൊണ്ട് കൊത്തി കൊല്ലപ്പെടുത്തിയ മകന്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടില്ലേ? തന്റെ ബാപ്പയെ വളർത്തി വലുതാക്കിയ സ്വന്തം പിതാവിനെ തന്റെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ അനുഭവങ്ങള്, ആ ചിത്രങ്ങള്, ആ വാർത്തകള് നമ്മൾ വായിച്ചവരാണ്. അങ്ങനെ എത്രയെത്ര ലഹരി വർധനവ് മൂലം യുവാക്കളെ ബാധിച്ചത് കൊണ്ട് തന്നെ എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് ദിനേനെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ലൈംഗികമായ അരാജകത്വം നമ്മുടെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിഹിതങ്ങളും സ്വവർഗരതികളും കുത്തഴിഞ്ഞ ലൈംഗികതകളും അതേപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗികതയും ഇന്ന് നമ്മളെ യുവാക്കളെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ സെപ്റ്റംബർ 2, ഈ മാസം സെപ്റ്റംബർ 2 ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ HIV ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. HIV ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചില ജില്ലകളിൽ 5000 കടന്നു എന്നാണ് ആ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, അതിൽ അവര് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആ HIV ബാധിതരായിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് 18-ന്റെയും 35 വയസ്സിന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. എന്തേ അതിന് കാരണമായി പറഞ്ഞത്? അത് ഒന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയുടെ സിറിഞ്ച് പോലെയുള്ള ഉപയോഗമാണെങ്കിൽ മറ്റൊന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗികതയാണ്. അപ്പോ ഇത് നമ്മുടെ യുവാക്കളെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? കുടുംബ സംവിധാനത്തെ വലിച്ചെറിഞ്ഞ് മറ്റൊരു അവസ്ഥയിലേക്കാണ് യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തൊരു അനുഭവം പറഞ്ഞത്, അദ്ദേഹം ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോ അദ്ദേഹം പറയാണ് നിങ്ങൾ യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയം പറയണം. എന്തേ കാരണം? അത് രാത്രിയായി കഴിഞ്ഞാല് ഗ്യാസും സ്റ്റൗവും ചിക്കനും ബീഫും പച്ചക്കറിയും അതേപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് കയറും. രാത്രി അങ്ങനെ കാട്ടിലേക്കോ അല്ലെങ്കിൽ മലമുകളിലേക്കോ കയറുക, എന്നിട്ടോ പകലങ്ങോട്ട് ഇറങ്ങി വരിക, കുറച്ചങ്ങോട്ട് ഉറങ്ങുക, എന്നിട്ട് തോന്നിയതുപോലെ അങ്ങനെ ജീവിതം കൊണ്ട് നടക്കുന്ന ഒരു യുവസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ സൂചിപ്പിക്കണം. രോഗിയായ പിതാവ് വീട്ടിലുണ്ട്, അവശയായ മാതാവ് വീട്ടിലുണ്ട്, തന്റെ ഉത്തരവാദിത്വത്തിൽ തന്റെ ഇണയായി തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഭാര്യയുണ്ട്, താൻ പൂട്ടി വളർത്തേണ്ട മക്കളുണ്ട്. ആ രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഇത്തരം അവസ്ഥയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയപ്പക, സാമ്പത്തികമായ ക്രമക്കേട്, ഇതുമൂലം കൊലപാതകങ്ങളിലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പല രൂപത്തിലുള്ള നിരാശ കാരണം ഇന്നലെ വരെ കണ്ടു, ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ചാടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിയമപാലകര് അദ്ദേഹത്തെ തടയുന്നത്, മോനെ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇന്നലെ കണ്ട വീഡിയോ ആണ്, സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ, മോനെ ഇജ്ജ് ചാടല്ലേ, നിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാം, എന്താ നിന്റെ പ്രശ്നം? പ്രണയനൈരാശ്യമാണ് പ്രശ്നം. ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ നമ്മുടെ യുവസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞത് വിമർശിക്കാനോ കാടടച്ച് വെടിവെക്കാനോ അല്ല, മറിച്ച് സഹോദരങ്ങളെ ഈ സീൻ ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ നല്ല ഭാവി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? ഒരു നല്ല രാഷ്ട്ര നിർമ്മിതി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? കുടുംബത്തിന്റെ നല്ല ഭാവി, അതിന്റെ നല്ലൊരു മുന്നേറ്റം നമുക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുക? ഈ രൂപത്തിലാണ് വളർന്നു വരുന്ന തലമുറ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തമാണ്, എന്നെ കേൾക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, ഈ നാട്ടിന്റെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ സമൂഹത്തെ നാടിന്റെ നന്മയുടെ
ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആ സമൂഹത്തെ ധാർമ്മികതയിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത്, നന്മയിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത്, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത്, നാടിന്റെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും താങ്ങും തണലുമാകുന്ന ഒരു സമൂഹമായി മാറുന്നതിന് വേണ്ടി അവരെ നേരിന്റെ വഴിയിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ആ കടമ നിർവഹിക്കലാണ് ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കടമ നിർവഹിക്കാനാണ് സമൂഹത്തോട് നിരന്തരമായി ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. എന്താണ് വഴി? എന്താണ് സഹോദരങ്ങളെ ധാർമ്മികതയിലേക്ക് നമ്മുടെ യുവാക്കളെ തിരിച്ചു വിളിക്കാൻ, അതിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിലനിർത്താൻ എന്തുണ്ട് വഴി? ആ വഴി ഒറ്റ വഴി മാത്രമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ ആ സന്ദേശം മുറുകെ പിടിക്കലാണ്. അത് ജീവിതത്തിൽ കൊണ്ടു നടക്കലാണ്. അത് സ്വീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ്. അതാണ് അതാണ് വഴി. അതല്ലാത്തൊരു വഴി നമ്മുടെ മുന്നിലില്ല. നോക്കൂ, ഏത് മേഖലയിലും ഇസ്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളെ വിഷയത്തിലും യൗവനം ധർമ്മപാതയിൽ മുന്നോട്ട് പോകുന്നിടത്തും വലിയ ചർച്ചകളാണ് ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാം മുന്നോട്ട് വെച്ച ഓരോ നിർദ്ദേശങ്ങളും സ്വീകരിക്കുക വഴി നമുക്ക് നല്ലൊരു യൗവനത്തെ, ധാർമ്മിക ബോധമുള്ള ഒരു യുവ സമൂഹത്തെ വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിർദ്ദേശമില്ല. അത്തരത്തിലൊരു 5 പോയിന്റ് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. സഹോദരങ്ങളെ, അതിൽ ഒന്നെന്തറിയോ? ഒന്ന് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതിനൊരു നിർവചനമുണ്ട്. ആ നിർവചനം നമ്മുടെ സമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്, ഏത് സമയവും അവസാനിക്കുന്ന ഈ ക്ഷണികമായ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് സമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. എന്തിനാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ പൊതുവെ യുവാക്കൾക്കിടയിലൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരാഘോഷമാണ്. എല്ലാം നമുക്ക് ആഘോഷിച്ചു തീർക്കലാണ് ജീവിതം എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ആരാണത് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ലിബറൽ മതം, അല്ലേ, എത്തിസം. അതാണ് ഇന്ന് സമൂഹത്തിൽ അത്തരം ചിന്തകൾ യുവാക്കൾക്കിടയിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സമൂഹത്തോട് പറഞ്ഞത് എന്താ? ഈ ക്ഷണികമായ മനോഹരമായ ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാട് കൊടുത്തത് എങ്ങനെയാ? ജീവിതം ഒന്നേ ഉള്ളൂ, യു ഓൺലി ലീവ്സ് വൺ, യോലോ, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് മനോഹരമായി അതിനെ അടിച്ചു പൊളിക്കുക, ആസ്വദിച്ച് കഴിയുക. ഈ കാഴ്ചപ്പാട് സഹോദരങ്ങളെ ഇന്ന് സമൂഹത്തില് പകർന്നു കൊടുത്തത്. നോക്കൂ, അതുകൊണ്ടാണ് ഈ അടുത്തൊരു നടൻ മരണപ്പെട്ടു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് ഹൃദയാഘാതം വന്ന് ഒരു നടൻ മരണപ്പെട്ടപ്പോ ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു നടൻ യങ്സ്റ്റേഴ്സിനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു വേദിയിൽ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറയാ, നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു, അല്ലേ, പെട്ടെന്നാണ് നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ചെങ്ങൈമാരെ അടിച്ചു പൊളിച്ചോ, ഏത് സമയത്ത് ഒന്നും സംഭവിക്കാം. അതുകൊണ്ട് ഒറ്റ ജീവിതമുള്ളൂ, മാക്സിമം അടിച്ചു പൊളിക്കുക, ആനന്ദിക്കുക, എൻജോയ് ചെയ്യുക എന്ന ഒരു മെസ്സേജാണ് ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്, അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു സമൂഹത്തിന് സഹോദരങ്ങളെ എങ്ങനെയാണ് ത്യാഗപൂർണമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ട് ഈ സമൂഹത്തിന്റെ നന്മയുടെ മുന്നിൽ നടന്നു നീങ്ങാൻ കഴിയുക? കുടുംബത്തിന്റെ വിഷയത്തിൽ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ കഴിയുക? അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും സാധ്യമല്ല. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ജീവിതത്തിന് മനോഹരമായ ഒരു നിർവചനം കൊടുത്തത്. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആർക്കും ചിന്തിക്കാവുന്ന രൂപത്തിൽ ഒരു നിർവചനം ജീവിതത്തിന് കൊടുത്തു. അല്ല പറയാ, ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു പറയാ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ക്ഷണികമായ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇത് വെറുതെ സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടേണ്ടവരല്ല, തിരിച്ചു വരേണ്ടവരല്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ജീവിതത്തെ കുറിച്ച് അള്ളാഹു നിർവചിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, അതെ, ഇസ്ലാമിന് പറയാനുള്ളത് ആ ഒരു സന്ദേശമാണ്. ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതം വരാനുണ്ട്. അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്, അവിടെ സ്വാഗതം ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്.
അവിടെ തിന്മകൾ ചെയ്ത ആളുകൾക്ക് നരകമുണ്ട് എന്ന ചിന്തയാണ് ആത്യന്തികമായി ഇസ്ലാമിന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സഹോദരങ്ങളെ നല്ല നാളേക്കു വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി ഒരു നല്ല യൗവനം, ഒരു നല്ല ജീവിതം, ഒരു നല്ല മുന്നോട്ടു പോകുക കാഴ്ചവെക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നാളെ വരാറുണ്ട് എന്ന പഠനം, എന്ന ചിന്ത സമൂഹത്തിൽ പകർന്നത് കൊണ്ട് തന്നെയാണ് യുവാക്കളോട് പറഞ്ഞത്, യുവാക്കളെ ലാ തസൂലു ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമ മൻ ഉംരിഹി മൻ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അലു അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ ബലാ. നോക്കൂ, നല്ലൊരു നാളെ വരാനുണ്ട്. നിന്റെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന, നിന്റെ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാളെ നിനക്ക് വരാനുണ്ട്. അഥവാ ഈ ജീവിതത്തിനപ്പുറത്തുള്ള ആ ജീവിതത്തിൽ അവിടെ നിന്നെ കുറിച്ച് ചോദിക്കുമ്പോ ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? നിന്റെ ആയുസ്, റബ്ബ് നിനക്ക് തന്ന ആയുസ് ഉണ്ടല്ലോ, ആ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് എന്നോട് ചോദിക്കുക. അള്ളാഹു ചോദിക്കുമെന്നാണ്. റബ്ബ് തന്ന ആയുസ്, ആ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്നിട്ട് അള്ളാഹ് പറയാ, അള്ളാഹുവിന്റെ റസൂൽ പറയാ, യുവാക്കളെ ചോദ്യമുണ്ട്, യുവാക്കളെ ചോദ്യമുണ്ട്. ആ ആയുസ്സിൽ ഏറ്റവും സുപ്രധാനമായ, മനോഹരമായ, അനുഗ്രഹീതമായ കാലഘട്ടത്തെ അള്ളാന്റെ റസൂൽ എടുത്തു പറഞ്ഞ് യുവാക്കളെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അള്ളാന്റെ റസൂൽ പറയാ, അല്ലേ, നിന്റെ യൗവനം, അള്ളാഹു നിനക്ക് തന്ന ആ യൗവനുണ്ടല്ലോ, ആ യൗവനം നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം എന്ന് ചിന്തിക്കുന്ന യുവാക്കളും അല്ല, ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതം വരാനുണ്ട്, അവിടെ സുഹൃതം ചെയ്തവർക്ക് നന്മയുണ്ട് എന്ന് ചിന്തിക്കുന്ന യുവാക്കളും ആർക്കാണ് സമൂഹത്തിൽ കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിച്ച് ഒരു നല്ല ധാർമ്മിക ബോധമുള്ള സമൂഹമായി മാറാൻ കഴിയുക? ഉത്തരം ജീവിതം ഒന്നല്ല, ഇത് പരീക്ഷണമാണ്. നാളെ പരലോകത്തൊരു ജീവിതം വരാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സമൂഹത്തിൽ നന്മകൾ വിളയാടാൻ പറ്റുള്ളൂ, നല്ല ധർമ്മബോധമുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് യുവാക്കളെ തീർത്തു പിടിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് പറ്റണം. രണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത് യൗവനം അതിന് ഉത്തരവാദിത്തമുണ്ടാണ്. യുവാക്കളെ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ക്രിയാത്മകമായി നിർവഹിക്കണം. എന്നാൽ ലിബറലിസം എന്താണ് പറഞ്ഞത്? ലിബറലിസം എന്താ പറഞ്ഞത്? ലിബറലിസം പറയുന്നത് നിങ്ങൾക്ക് നന്മയായി തോന്നുന്നത് എന്തോ, ഒരുപക്ഷെ മതകീയമായി ചിന്തിക്കുമ്പോ, ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ അത് തിന്മയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നന്മയായി തോന്നുന്നത് നിങ്ങൾ അത് നിർവഹിച്ചു കൊള്ളുക. പരസ്പര സഹായങ്ങൾ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതേയല്ല. കുടുംബം എന്ന ഒരു സംവിധാനം തന്നെ ശരിയല്ല എന്ന രൂപത്തിലുള്ള അപകടകരമായ കാഴ്ചപ്പാടാണ് ഈ ദുരന്തം, ലിബറലിസം, ലിബറൽ മതം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇസ്ലാം യുവാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞു, യുവാക്കളെ, നിങ്ങളുടെ യൗവനം നിങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. അഞ്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, അഞ്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ശബാബിക ഖബ്ല ഹറമിക. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലോകത്തുള്ള ചെറുപ്പക്കാരോട് പറയാ, യുവാക്കളോട് പറയാ, നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക്, അതിന്റെ അവശതയിലേക്ക്, അതിന്റെ പ്രയാസത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെറുപ്പം, നിങ്ങളുടെ യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്ന് നടക്കുമ്പോ കിടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്, ഒന്ന് ഇരിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്, സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അവശത നിറഞ്ഞ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം എത്തുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തണം, നിന്റെ യൗവനത്തെ ഉപയോഗപ്പെടുത്തണം. അത് മതപരമായിട്ട് മാത്രമല്ല, സാമൂഹിക മേഖലയിലുണ്ടാവണം, മതരംഗത്തുണ്ടാവണം, കുടുംബരംഗത്തുണ്ടാവണം. അങ്ങനെ എല്ലാ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളിലും നിന്റെ യൗവനം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അഥവാ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നിന്റെ സമയം, നിന്റെ യൗവനം, നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തുക. വെറുതെ കെട്ടിയിരിക്കാൻ പാടില്ല, അലസമായി ഇരിക്കാൻ പാടില്ല. മതപരമായ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇതിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണ, വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സാമൂഹികമായ കാര്യങ്ങൾ നിർവഹിക്കുക. വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. യൗവനം ക്രിയാത്മകമാകണം, യൗവനം സക്രിയമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് അള്ളാഹുവിന്റെ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട്. അതേപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ
നിനക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്. നീ പ്രായമായി കഴിഞ്ഞാൽ, പക്വത എത്തിക്കഴിഞ്ഞാൽ നീ വിവാഹിതനാവണം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നീ ഭംഗിയായി മുന്നോട്ട് പോകണം. സഹോദരങ്ങളെ, ഈ ഉപദേശം സ്വീകരിച്ചവർക്ക് എങ്ങനെയാ നന്മകളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുക? എങ്ങനെയാ തിന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുക? അതാണ് സമൂഹത്തിന് കൊടുക്കാനുള്ള യുവാക്കളുടെ വിഷയത്തിൽ ഇസ്ലാം ചർച്ച ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ അറിയോ? പ്രതീക്ഷയുടെ നാളെ അവർക്ക് വരാനുണ്ട്. അത് പ്രതീക്ഷയോടെ ഇസ്ലാം അവതരിപ്പിച്ചു. നിന്റെ ഈ യൗവനമുണ്ടല്ലോ, അത് നന്മ നിറഞ്ഞതാക്കി മാറ്റിയാൽ, അത് തിന്മക്കെതിരെ പടപൊരുതാക്കി മാറ്റിയാൽ, നാട്ടിലെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും, എല്ലാ മതപ്രബോധന പ്രവർത്തനങ്ങളിലും ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നിടത്തും, ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ ചെയ്യുന്നിടത്തും നിന്റെ യൗവനം നീ അടയാളപ്പെടുത്തിയാൽ, ഒരുപക്ഷെ നിനക്ക് ഈ ദുനിയാവിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത്, സഹോദരാ, ചെറുപ്പക്കാരാ, ഒരു തടലുമില്ലാത്ത, അള്ളാഹുവിന്റെ തടല് മാത്രമുള്ള എരിപൊരി പൊരിയുന്ന ആ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ തണലാണ്. അള്ളാഹിനെ പേടിച്ച് കഴിയുന്ന, നന്മയിൽ മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നത് അത്തരം ഒരു നല്ല നാളെയാണ്. അത്തരം ഒരു നല്ല നാളെ അല്ലെ. 24 മണിക്കൂറാണ് സൂര്യൻ അല്ലെ, 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. അതിൽ 12ഓ 14ഓ മണിക്കൂറാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുക. അതിൽ ഏറ്റവും ശക്തിയായിട്ട് 7 മണിക്കൂറൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക, അതിന്റെ ചൂട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു ദിവസം തന്നെ ഒരുപാട് വർഷങ്ങൾ ദൈർഘ്യമുള്ള അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ആ പരലോകത്ത്, അള്ളാഹുവിന്റെ തടലല്ലാത്ത, ഒരു തടലുമില്ലാത്ത പരലോകത്ത് നീ നാടിന് വേണ്ടി സേവനം ചെയ്ത ചെറുപ്പക്കാരന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിൽ കഴിഞ്ഞ ചെറുപ്പക്കാരന്, നന്മകളോടൊപ്പം സഞ്ചരിച്ച ചെറുപ്പക്കാരന്, തിന്മകളിൽ നിന്ന് മാറുന്ന ചെറുപ്പക്കാരന്, നന്മയെ സമൂഹത്തിലേക്ക് നയിച്ച ചെറുപ്പക്കാരന്, തിന്മകളിൽ നിന്ന് സമൂഹത്തെ തടഞ്ഞ ചെറുപ്പക്കാരന്, നാളെ പരലോകത്ത് അത്തരമൊരു സൗഭാഗ്യമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതേ പ്രതീക്ഷയുടെ നാളെ പരിചയപ്പെടുത്താം. സ്വർഗം ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിലുള്ളത് ചെറുപ്പക്കാരാ. സ്വർഗം ആഗ്രഹിക്കുന്നതും അള്ളാന്റെ റസൂല് പറഞ്ഞു, ചെറുപ്പക്കാരെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂല് പറയാൻ. അതുകൊണ്ട് പ്രതീക്ഷയോടെ യുവാക്കൾക്ക് മുന്നിൽ വെച്ചത്, നിങ്ങളുടെ ജീവിതം ധർമ്മബോധമുള്ളതാക്കി മാറ്റിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു നാളെയാണ്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ, വീണ്ടും പറയാ, മാനസികമായും ശാരീരികമായും ശക്തരാകുക. യുവാക്കളോട് പറഞ്ഞതാ, മുസ്ലിങ്ങൾ വിശ്വാസികളോട് പറഞ്ഞതാ, മാനസികമായും ശാരീരികമായിട്ടും ശക്തനാകുക. അല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടം ബലഹീനനായ വിശ്വാസിയേക്കാൾ, ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം കൂവത്തുള്ള, ശക്തിയുള്ള വിശ്വാസിയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നോക്കൂ, ദുർബലനായ വിശ്വാസിയേക്കാൾ റബ്ബിന് ഇഷ്ടം ശക്തനായ, അള്ളാഹു ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ്. അഥവാ ശാരീരികമായും മാനസികമായും ഉന്മേഷം നൽകുന്ന രൂപത്തിൽ നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അത്തരം ഉന്മേഷം ലഭിക്കുന്ന അത്തരം കാര്യങ്ങൾ നിർവഹിക്കുക. എന്നാൽ ആ ഉന്മേഷത്തെ കെടുത്തിക്കളയുന്ന, മനുഷ്യനെ ദുർബലനാക്കുന്ന, മനുഷ്യനെ മൃഗതുല്യനാക്കുന്ന ലഹരി പോലെയുള്ള എല്ലാ പരിപാടികളിൽ നിന്നും മാറി നിൽക്കാൻ വളരെ ഗൗരവത്തിൽ ഇസ്ലാം ഉപദേശിച്ചു. ചെറിയ അളവ് പോലും ഒന്ന് ഒരുമിച്ച് കൂടിയതിന്റെ പേരിൽ, ഒന്ന് സന്തോഷത്തിന്റെ പേരിൽ, ഒരു ആഘോഷം നടന്നതിന്റെ പേരിൽ ഒരു ചെറിയ അളവ് പോലും ലഹരി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് വളരെ ശക്തമായി പറഞ്ഞു. ഉണ്ടാവുക മാത്രമല്ല, അത്തരം സദസ്സിൽ പോലും നീന്റെ സ്ഥാനം ഉണ്ടാകാൻ പാടില്ല, നീ പങ്കെടുക്കാൻ പാടില്ല. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നും വളരെ ഗൗരവത്തിൽ, അഥവാ ചെറിയ രൂപത്തിൽ. പലരൊക്കെ ഈ ജീവിതം നഷ്ടപ്പെടുന്നിടത്ത് തുടങ്ങിയത് ഏതോ ഒരു ആഘോഷവേളയിൽ, ഒന്നുകിൽ വീട്ടിലെ നടന്ന കല്യാണം, അത് ആഭാസകരമായപ്പോ അതിന്റെ മറവിൽ നടന്ന ഒരു ചെറിയ സിഗരറ്റ് കുറ്റി, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു കൂട്ടുകാരോടൊപ്പം പോകുമ്പോ തുടങ്ങിയ ചെറിയൊരു സിഗരറ്റ് കുറ്റി, അതാണ് ജീവിതം തകർത്തത്. സഹോദരങ്ങളെ, ഈ അടുത്ത് നമ്മൾ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കേട്ടിട്ടില്ല. ലഹരി കൊണ്ട് അങ്ങേയറ്റം ചർച്ചയാക്കപ്പെട്ട ഒരു സമയത്ത് കോഴിക്കോടുള്ള ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. ലഹരി എന്ന ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനായി മാറിയത് 22 വയസ്സുവരെ ഒരു സിഗരറ്റിന്റെ കുറ്റി പോലും ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
ഒരു ലഹരിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഒരു പദാർത്ഥവും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആ ജീവിതത്തിലേക്ക് ഞാൻ കടന്നുപോയിട്ടില്ല. ഒരു ദിവസം കോഴിക്കോട് ബീച്ചിലേക്ക് എന്റെ കൂട്ടുകാർ വിളിച്ച് ഞാൻ പോയതാ. ആ സമയത്ത് കിട്ടിയ ചെറിയൊരു തരി, ആ തരിയാണ് ലഹരി സാർവത്രികമായി ഉപയോഗിക്കുന്നവനായിട്ട് എന്നെ മാറ്റിയത്, ആ ലഹരി വിൽക്കുന്നവനായിട്ട് മാറ്റിയത്. ആ നാട്ടിലെ ഡോക്ടർമാരിലേക്കും എഞ്ചിനീയർമാരിലേക്കും അതേപോലെ തന്നെ പ്രമാണിമാരിലേക്കും കൂട്ടുകാരിലേക്കും ലഹരി എത്തിക്കുന്ന വലിയൊരു റാക്കറ്റിന്റെ കണ്ണിയായി ഞാൻ അറിയത് ആ കൂട്ടുകാരോടൊപ്പമുള്ള ആ ഒരു ദിവസത്തെ ചെലവഴിച്ചതാണ്. അവിടുന്ന് കിട്ടിയൊരു തരിയാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, ഒരു തരിയാണെങ്കിലും അത് ഹറാമ് തന്നെ, പാടില്ല. അതുകൊണ്ട് ഖുവ്വത്തുള്ളവനായി ശക്തിയുള്ളവനായി നിൽക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. അതിനെ ദുർബലപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന, ദുർബലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ മാറി നിൽക്കണമെന്ന് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. അഞ്ചാമത്തെ സഹോദരങ്ങളെ, യൗവനം നന്മയിൽ അടയാളപ്പെടുത്തിയ, തിന്മകളിൽ നിന്ന് മാറി നടന്ന, സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി തിന്മൽക്കെതിരെ പൊരുതിയ ഒരുപാട് ചെറുപ്പക്കാരെ ചരിത്രം ഇസ്ലാം സമൂഹത്തിന് പകർന്നു നൽകി. അവരെ മാതൃകയാക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചു. നോക്കൂ, കാലാകാലങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാർ യുവാക്കളായിരുന്നു, അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജനത മുഴുവൻ വൃത്തികേടിലും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലും അതേപോലെ തന്നെ ശിർക്കിലും കുഫ്റിലും വേണ്ടാത്തരങ്ങളിലും മുങ്ങിക്കുളിച്ചൊരു ജനത. ആ ജനതയിലാണ് 18 വയസ്സുകാരനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെല്ലുന്നത്. എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമായി അവിടെ പ്രവർത്തിച്ച് ആ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വളരെ ശക്തമായി പടപൊരുതുകയാണ്. നാട്ടിലെ എല്ലാ അരാജകത്വങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്, സംവദിക്കുകയാണ്. അതിനുള്ള അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് സംവദിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആളുകൾ ചോദിച്ചു, ഇത്തരം പ്രവർത്തനങ്ങൾ ആരാ ചെയ്യണത് എന്ന ചർച്ച ചെന്നപ്പോ ആ സമൂഹം ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓതി കേൾപ്പിക്കുന്നുണ്ട്, അല്ലെ? നാട്ടിലെ അരാജകത്വത്തിനെതിരെ പ്രതികരിച്ചപ്പോ ആരാണ് ഈ പണി എന്ന് ചെയ്തത് എന്ന് ആ സമൂഹം ചർച്ച ചെയ്തപ്പോ അവർ പറഞ്ഞത്, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അല്ലയോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇബ്രാഹിം എന്ന് പേരുള്ള ആ ചെറുപ്പക്കാരന്റെ പടിയ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ഈ അരാജകത്വത്തിനെതിരെയുള്ള പോരാട്ടം, ഈ ബൗദ്ധ വിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം. ഇതിനെ കടന്നാക്രമിക്കരുത്, ഇതിനെതിരെ സംവദിക്കരുത്, ഇതിനെതിരെ പ്രതികരിക്കരുത്. ഒരു പ്രസ്ഥാനമല്ല, ഒരു ചെറുപ്പക്കാരനാ. ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനാ. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ചരിത്രപരമായ യൗവനത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഇസ്ലാം നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. തീർന്നിട്ടില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തെ തിന്മയിലേക്ക് വിളിക്കാൻ അവിടുത്തെ രാജ്ഞി വേണ്ടാത്തരങ്ങളിലേക്ക്, വൃത്തികേടിലേക്ക് വിളിക്കാണ്. പലരും പറയാറുണ്ട്, സന്ദർഭവും സാഹചര്യമൊക്കെയാണ് തിന്മയിലേക്ക് എത്തിക്കുക, അല്ലേ? സന്ദർഭവും സാഹചര്യമൊക്കെയാണ് തിന്മയിലേക്ക് എത്തിക്കുക. എന്നാൽ വലിയൊരു സന്ദർഭം മഹാനായ യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനായ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് വരിക. വേശ്യാവൃത്തിക്ക് വേണ്ടി, അവിഹിതത്തിനു വേണ്ടി ആ രാജ്ഞി ക്ഷണിക്കുകയാ, രാജാവിന്റെ പത്നി ക്ഷണിക്കുകയാ. നോക്കൂ സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത് ഖുർആൻ നമ്മെ ഓതി കേൾപ്പിക്കാണ്. ഖാല റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. അല്ലാഹുവേ, ആ പെണ്ണ് ജടിക്കുന്ന മണിയറേക്കാൾ, ആ പെണ്ണ് നിൽക്കുന്ന മണിയറയേക്കാൾ എനിക്കിഷ്ടം ഈ ജയിലിലെ കൂരിട്ടുള്ള ജയിലറയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുക. ചെറുപ്പക്കാരനായിട്ട് ഏതൊരു ചെറുപ്പക്കാരനും വഴിതെറ്റുന്ന പ്രായമായപ്പോഴും ആ സമയത്തും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചത്, റബ്ബേ, എനിക്കിഷ്ടം ആ മണിയറയല്ല, ആ വിഹിതമല്ല, ഈ കൊട്ടാരത്തിലെ കൂരിട്ടുള്ള ജയിലറയിൽ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, തിന്മകളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ചു. ചരിത്രപരമായി ഇസ്ലാം അടയാളപ്പെടുത്തി തന്നു. നോക്കൂ, മഹാന്മാരായ അസ്ഹാബുൽ ഖൗസ് ആരാ നാട് വൃത്തികേടിലേക്ക്, തോന്നിവാസത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് പോയപ്പോ അവരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തറിയോ? നബിയെ, ഒരു കഥ പറഞ്ഞു തരട്ടെ. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്
ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് കുന്നാ ഇദൻ ശതതാ. അല്ലേ, അത്രമാത്രം ദുർവൃത്തികളും അധർമ്മങ്ങളും അന്ധവിശ്വാസങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളും നടമാടിയ ഒരു നാട്ടില് ആ സംഘത്തോടൊപ്പം ചേരാതെ, ആ വൃത്തികളിനൊപ്പം ചേരാതെ, ആ പ്രവർത്തനോടൊപ്പം ചേരാതെ ഒരു സംഘം ആളുകൾ മാറി നിന്നു. അവരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്നഹും മുഅ്മിനൂൻ എന്നല്ല, ഇന്നഹും മുസ്ലിമൂൻ എന്നല്ല, ഇന്നഹും ഫിത്യ, ഇന്നഹും ഫിത്യ, ഇന്നഹും ഫിത്യ. അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു, ഒരു പറ്റം യുവാക്കളായിരുന്നു. നബിയേ, അങ്ങനെയുള്ള യുവാക്കളുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നഹ്നു നഖ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തൗഹീദിൽ അടിയുറച്ചു നിന്ന്, സന്മാർഗത്തിൽ അടിയുറച്ചു നിന്ന് അല്ലാഹു നേർമാർഗത്തിലേക്ക് നയിച്ച ഒരു പറ്റം യുവാക്കൾ. ആ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് സഹോദരങ്ങളെ, യുവാക്കളെ, നമുക്ക് ധാർമ്മിക ബോധത്തോടെ ജീവിക്കാനാണ്. ഇസ്ലാം എത്രയെത്ര ചരിത്രപരമായ യൗവനം മനോഹരമാക്കിയ, തിജ്വാലയാക്കിയ എത്രയെത്ര ആളുടെ ചരിത്രങ്ങളാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ട് അത് മാതൃകയാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. കള്ളിലും പെണ്ണിലും അധർമ്മത്തിലും അക്രമത്തിലും തോന്നിവാസത്തിലും മുങ്ങിക്കുളിച്ചൊരു ജനത, അല്ലെ, 6-ാം നൂറ്റാണ്ടിലെ സകല അധർമ്മങ്ങളും പേറി നടന്നൊരു ജനത. ആ ജനതയിലേക്ക് ലോക ചരിത്രത്തിന് തുല്യതയില്ലാത്ത വിപ്ലവം കൊണ്ടുവന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 40 ആണ്. 40ാമത്തെ വയസ്സിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടാണ് ആ പ്രവാചകൻ ആ വൃത്തികെട്ട സമൂഹത്തിലേക്ക്, ലോകം ഇരുണ്ട യുഗം എന്ന് വിളിച്ച, ഡാർക്ക് ഏജ് എന്ന് വിളിച്ച, അത്രമാത്രം അധപ്പതിച്ച, ഒട്ടകത്തിന്റെ മൂക്ക് കയറ് മാത്രം പിടിക്കാൻ അറിയുന്ന ഒരു ജനതയായി അധപ്പതിച്ചിട്ടുള്ള ആ ജനതയിലേക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് വിപ്ലവം നടത്തിയത്, ദഅ്വ പ്രവർത്തനങ്ങൾ നടത്തിയത്, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തിയത്, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറുപ്പക്കാരനാ. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ആ മുഹമ്മദ് മുസ്തഫയുടെ കൂടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഖുർആനിന്റെ ആ പ്രബോധന പാന്താവിന് കീഴിൽ അണിനിരന്നത് വൃദ്ധന്മാരായിരുന്നല്ല, അവശത ബാധിച്ച ആ രൂപത്തിൽ പ്രയാസപ്പെട്ട ആളായിരുന്നില്ല, മറിച്ച് 37-കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, 27-കാരനായ ഉമർ റളിയല്ലാഹു, 22-കാരനായ ഉസ്മാൻ റളിയല്ലാഹു, 10 വയസ്സുള്ള അലി റളിയല്ലാഹു, 14 വയസ്സുള്ള ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹു, 18 വയസ്സുള്ള സുഹൈൽ ഇബ്നു അംർ ആയിരുന്നു, 15 വയസ്സുള്ള അർഖം റളിയല്ലാഹു അൻഹു ആയിരുന്നു, 16 വയസ്സുള്ള മുആദ് ഇബ്നു ജബൽ ആയിരുന്നു, അതുപോലെ തന്നെ 30 വയസ്സുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിരുന്നു. ഇങ്ങനെ എണ്ണപ്പെട്ട മാതൃകയാക്കാൻ പറ്റുന്ന, ലോക ചരിത്രത്തിന് തുല്യതയില്ലാത്ത നന്മകൾ അടയാളപ്പെടുത്തിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചത് ചെറുപ്പക്കാരാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരെ മാതൃകയാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധർമ്മപാതയിൽ അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റും. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകുന്നതിന് മുമ്പ് മദീനത്തും നബിയാക്കി മാറ്റിയത്, ഓരോ വീട്ടിലും കയറി ഇസ്ലാമിനെ പ്രചരിപ്പിച്ച്, ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ച്, ഇസ്ലാം പറഞ്ഞു കൊടുത്ത് ഒരു നല്ലൊരു ഒരു പ്രവർത്തനത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചെറുപ്പക്കാരുടെ ചരിത്രങ്ങൾ ആവർത്തിച്ച് ഇസ്ലാം പറയുമ്പോൾ, നന്മകൾ അടയാളപ്പെടുത്തി ഇസ്ലാം പറയുമ്പോൾ, അത് സ്വീകരിച്ച് ഈ സമൂഹം, യുവസമൂഹം മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ, പ്രതീക്ഷയുള്ള ധർമ്മബോധമുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ചരിത്രമാണ്, ഈ പോയിന്റുകളാണ്, ഈ ചർച്ചകളാണ് യുവാക്കൾക്കിടയിൽ നടക്കേണ്ടത്. അങ്ങനെ നമുക്ക് വർദ്ധിച്ചു വരുന്ന ഈ തിന്മകൾക്കെതിരെ, വർദ്ധിച്ചു വരുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ഈ യുവാക്കളെ ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണം. അതിന് കർമ്മ പദ്ധതികൾ ഒരുക്കി കൊടുക്കണം, വ്യത്യസ്തങ്ങളായ പ്രവർത്തന രൂപരേഖകൾ ഉണ്ടായി കൊടുക്കണം, അവരെ ചേർത്തു പിടിക്കേണ്ടടുത്ത് ചേർത്തു പിടിക്കണം, സമൂഹത്തിന്റെ മുന്നിൽ നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കണം. അത്തരം വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ, നന്മ നിറഞ്ഞ വേദികൾ ഉണ്ടാക്കി കൊടുത്താൽ, ഒഴിത്താരകൾ ഉണ്ടാക്കിയാൽ അതിലൂടെ സഞ്ചരിക്കാൻ നാടിന്റെ നട്ടല്ലായി മാറേണ്ട ചെറുപ്പക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എന്റെയും നിങ്ങളുടെയും ദൗത്യമാണ്. ആ ദൗത്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്തും മറ്റു പോഷക ഘടകങ്ങളും ഒക്കെ ശക്തമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.